Hello guys, welcome back to our channel. This is Sanjay from the Twins channel. ആട് 3 ആട് 3യുടെ സീൻ 1 ഇന്നലെ സംഭവിച്ചത് എന്ന് പറഞ്ഞൊരു സംഭവം റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് പരിപാടി എന്ന് പറഞ്ഞുകൂടെ പെട്ടെന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റന്നാളത്തേക്ക്. ഓക്കെ, ഞങ്ങളുടെ ഡിസ്മാൻഡ്ലിങ്ങും അസംബ്ലിങ്ങും ഒക്കെ ശരിയാണ്. ഇതൊന്നും അല്ലടാ, ആശാന്റെ വർക്ക് ബാഡാണ്. കൈപ്പുഴ കുഞ്ഞപ്പനാണ്. ഷാജിയേട്ട്, ഞാനാ ഷാജി പാപ്പനാണ്. ഐക്കോണിക് വണ്ടിയാണ് കേട്ടോ ഇത്. മെറ്റഡോർ പഴയ കൊടുവാളിനാൽ വീശിടും ഒരു ഹോബിയാ. എന്നിട്ടേ ഐക്കോണിക് ക്യാരക്ടറാണ് കേട്ടോ ഇത്. ഞാൻ ആക്ച്വലി ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. മറ്റന്നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് ഗോണ ബി എ ബ്ലാസ്റ്റ്. നാളെയാണോ? നാളെ ഇന്ന് 17, 18th. നാളെ വൈകിട്ടാണ്. അപ്പോൾ ദുരന്തർ കേട്ടേ. അയ്യോ, റിവെഞ്ച് എടുക്കാൻ പോണ സീനാണോ? അതെന്തോ പൈസയാണോ വാങ്ങിച്ചത്? എന്താ വാങ്ങിച്ചത്? കാശ്. ഓക്കെ ഓക്കെ. ഓ, ശ്രീകാന്ത് വെട്ടിയാർ. മുന്തിയത് ഒറിജിനൽ ആരായിട്ടാ ഈ കുഞ്ഞപ്പൻ ആരേലും ആട്ടെ, പക്ഷെ മുകളിലോട്ട് പോയതൊരു മഹത് വ്യക്തിത്വം. ഇനിയിപ്പം 1 ലിറ്റർ നിർത്തണ്ട, ഒരു 10 ലിറ്റർ എടുത്തേ. ആയിക്കോട്ടെ. എന്നാലും ആരായി കുഞ്ഞപ്പൻ? കുഞ്ഞമ്മടെ കെട്ടിയവൻ. ഡബ് ചെയ്തേക്കുന്ന വേറെ ആരും തോന്നുന്നു ഉള്ളിലേക്ക്. ലൈറ്റിംഗ് ഒക്കെ നോക്കി അടിപൊളി. ചത്ത് എത്തി 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 എത്തി. മറ്റേ കയ്യിൽ വാളാണ്. ഈ പയ്യനും റീൽസ് നോന്നയാണ്. എല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയ. അതുവിന് പെങ്ങളി കാന് ഇറച്ചി കൂട്ടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഓർത്തു കുഞ്ഞപ്പം അവനെ ക്ഷണിച്ചില്ലോ എന്ന്. കുഞ്ഞപ്പാവൻ വന്ന് ഞങ്ങളുടെ വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് അത് ഒന്നും നടത്തി തരാം. അത് ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. മൂപ്പര് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ കുഞ്ഞപ്പമാവൻ വരില്ലേ? വണ്ടി ഷജിയേട്ടില്ലേ? ഷജിയേട്ട് പുള്ളിയുടെ കിട്ടി വേഷ. സുഖാണ് കുഞ്ഞപ്പ മാമ. മാമന് സുഖ. അയ്യോ, ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്നറിയില്ല. നമുക്കൊരു മുട്ടം പണി വരുന്നുണ്ട്. ശേഷം മറ്റന്നാൾ സ്ക്രീനിൽ. ഇവിടെ ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്നറിയില്ല. ഓക്കെ, നമുക്കൊരു മുട്ടം പണി വരുന്നുണ്ട്. കണ്ട, അത് ചുമ്മാ ആ മൗത്ത് ചെയ്തേക്കുന്നൊക്കെ അതൊരു നമുക്കൊരു മുട്ടം പണി വരുന്നുണ്ട്. വേറെന്തോ ആണ് പറയുന്നത്, പക്ഷെ ഇതാണ് കേൾക്കുന്നത്. സോ എനിവേസ്, റീൽസിൽ ഒരുപാട് പേരെ ആഡ് ചെയ്തിട്ടുണ്ട് മൂവിക്കകത്ത്. സിനിമാറ്റോഗ്രഫി എല്ലാം ആടിൻ്റെ ഒരു നോർമൽ ആ ഒരു രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. നോർമലി നമ്മുടെ നേരത്തെ ആട് 1, 2 എല്ലാം കാണുന്ന അതേ ഫ്രെയിമോ അതേ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ആട് മൂവിയുടെ ആ ഒരു ഇത് തന്നെ വരുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് എന്താണെന്നറിയില്ല, ആ ഒരു ഹൈപ്പ് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം റിലീസ് ചെയ്തത്? ആട് 3 സീൻ 1 ഇന്നലെ സംഭവിച്ചത്.
ശേഷം മറ്റന്നാൾ സ്ക്രീനിൽ കാണാം. ഓക്കെ. പക്ഷെ ഇതൊരു കുറച്ച് 3 മിനിറ്റ് 29 സെക്കൻഡ് അത്രയും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പുതിയൊരു രീതിയിൽ വന്നതായിരിക്കും. എന്ന് വെച്ചാൽ ട്രെയിലർ, ടീസർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മുട്ടം പണി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചാർജ് ചെയ്ത് നിർത്താനുള്ള പരിപാടി ആയിരുന്നായിരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ലൈക്ക് എനിക്കിതിനകത്ത് കോമഡി എലമെൻ്റ് ആയിട്ടും ഒന്നും ഓക്കെ പുള്ളി അവിടെ വന്നു, പുള്ളിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം ഓക്കെ. കൈപ്പുഴ കുഞ്ഞപ്പൻ്റെ ആ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നു. ഇപ്പോൾ കൂടെയുള്ള ഈ പുള്ളിയെ കംപ്ലീറ്റ്ലി മാറ്റിക്കളഞ്ഞു. ഈ ലോലൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ എന്തിനങ്ങനെ മാറ്റി എന്നാണ്. എന്ത് ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ആയിരുന്നു ഫസ്റ്റ് ആ ഒരു ആട് വണ്ണിനകത്ത് ഈ ലോലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ പിങ്കി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്തൊരു ബ്യൂട്ടിഫുൾ ക്യാരക്ടറായിരുന്നു. അതിനെ കംപ്ലീറ്റ്ലി കഴിഞ്ഞ ഇതിൽ ഫുള്ള് താടിയും മറ്റേ ഒരു കലിപ്പൻ റോളായിരുന്നു. ഇപ്പം മൂന്നാമത്തെ വന്നപ്പോൾ ആ ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി ക്ലീൻ ഷേവ് ആക്കി മാറ്റിക്കളഞ്ഞു. ഈ പയ്യൻ്റെതാണെങ്കിലും പുള്ളിയൊക്കെ ഗ്യാരൻറ്റീഡ് ആണ്. പുള്ളിയൊക്കെ നല്ല, എനിക്ക് പേഴ്സണലി പുള്ളിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പുള്ളിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതാ ഈ കാണുന്ന പുള്ളിയുടെ നല്ല അടിപൊളി ആക്ടിങ്. അതാ ഈ പുള്ളി അത് നല്ല ആക്ടിങ് ആണ്. എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പിന്നെ റീൽസ് താരങ്ങൾ ഒരുപാട് പേരുണ്ട്. ശ്രീകാന്ത് വെട്ടിയാർ, ആയിരിക്കുന്ന ഫുക്രു. ഇപ്പോൾ നോർമലി ലൈക്ക് ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ട സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് എന്താണെന്നറിയോ, ഈ ചാൻസ് ചോദിച്ചത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം പഠിച്ചതിന് ശേഷം ഒരു പയ്യൻ ഇപ്പോൾ ദുബായിൽ നിൽക്കുന്നുണ്ട് റീൽസൊക്കെ ചെയ്തുകൊണ്ട്. ആ പയ്യൻ ചാൻസ് ചോദിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം പഠിച്ചിട്ട് ചാൻസ് ചോദിച്ച് ഒരു ഡയറക്ടറിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരാദ്യം ചോദിക്കുന്നത്, നിങ്ങൾ അഭിനയം അവർക്ക് ഇഷ്ടമാണ്, പക്ഷേ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ്, അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പടം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഒരു ബാക്കിങ് വേണം. കാരണം അവരുടെ ആ ഒരു ഹൈപ്പും അവരുടെ ഫാൻസ് കൊടുക്കുന്ന ആ ഒരു പബ്ലിസിറ്റി അവർക്ക് വേണം. അതുകൊണ്ട് മാക്സിമം ഇപ്പം എല്ലാ മൂവിയും നമ്മൾ നോക്കിയിരുന്നാൽ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടമാനം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തും കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സീൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഫോർ സം റീസൺ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ട്രെയിലർ ടീസറൊക്കെ വന്നു, ഓക്കെ, വി ആർ ഓൾ എക്സൈറ്റഡ്, പംപ്ഡ് അപ്പ് ആണ്. പക്ഷെ ഇതിനകത്ത് ഓക്കെ ഇപ്പോൾ ഇത് ഭയങ്കര ഭയങ്കര സസ്പെൻസ്ഫുൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് ഭയങ്കര വേഗമാണ്. പ്ലെയിനായിട്ട് മൂവിക്കകത്തുള്ള ഏതോ ഒരു സീനിൽ ഇങ്ങനെ വരുന്നു, എന്നിട്ട് ആ ഒരു സീൻ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ചുമ്മാ ഒരു സംഭവം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ എന്താണ് നമ്മളങ്ങോട്ട് ഹൈപ്ഡപ്പ് ആയുമില്ല. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ മറ്റേ BGM ഒക്കെ വന്ന് ഭയങ്കര എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിരിക്കും എന്നുള്ള ഇതുണ്ട്. ഇത് ഒരു 4-5 പേരെ കാണിച്ചിട്ട് എന്താണ് പരിപാടി എന്നുള്ളത്. എൻ്റെ ആ കോമഡി ഇതിനകത്ത് പറഞ്ഞ കോമഡിയൊന്നും അങ്ങോട്ട് നമുക്ക് ചിരിയൊന്നും വന്നില്ല. എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നതാണ് എൻ്റെ കാര്യം. സോ എനിവേസ് ബാക്കി നമുക്ക് പടം കണ്ടതിന് ശേഷം പറയാം. എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഓക്വേർഡ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. ബാക്കി ക്യാരക്ടേഴ്സൊക്കെ പറയുമ്പോൾ മൂവി അങ്ങ് ചാർജ് ആവും. ട്രെയിലറിന് ശേഷം എന്തിന് ഇങ്ങനെ ഒരു സാധനം മറ്റന്നാൾ റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം എന്തിന് ചെയ്തു വെച്ചു എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഹൈപ്പ് കുറയ്ക്കാനും ആയിരിക്കാം, ചിലപ്പം വീടൊന്നോ. സോ ഇതൊക്കെ സൈക്കോളജിക്കലി മൂവിയിൽ നിന്ന് എന്തെങ്കിലും പരിപാടിയൊക്കെ ആക്കില്ല. സോ എനിവേസ് അപ്പോൾ ബാക്കി പടം കണ്ടതിന് ശേഷം മറ്റന്നാൾ എന്തായിരുന്നാലും പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി ഉടൻ തന്നെ റിവ്യൂ വരും. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ. സോ അപ്പം ആട് 3 ഒരു ബ്ലാസ്റ്റ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പടം കയറി കാണുമ്പോൾ ബാക്കി കാര്യം മനസ്സിലാവും. ഓക്കെ ഗൈസ്, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.